Hi, this is Neetu, MD and Training Director of Anton's Medicode. So, welcome everyone. In the number discuss why the RCM is one of the most important outsourcing projects in India. But India revenue cycle management, otherwise known as streamlined medical billing process, എന്നാണ് നമ്മൾ RCM-നെ പറയാ. എന്താണ് ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ RCM എന്ന് പറഞ്ഞാൽ? RCM, that is revenue cycle management എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ കംപ്ലീറ്റ് റവന്യൂ ഓർ ഫിനാൻഷ്യൽ പ്രോസസ് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ RCM ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ കോഡിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഓർ സർട്ടിഫൈഡ് കോഡേഴ്സ് അല്ലെങ്കിൽ ബില്ലിംഗ്, ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്ന ഒരു മൊത്തത്തിലായിട്ടൊരു സെക്ഷനാണ് നമ്മൾ RCM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിലെ ഏറ്റവും കൂടുതൽ ഔട്ട്സോഴ്സിംഗ് പ്രോജക്റ്റാണ് ഈ RCM അല്ലെങ്കിൽ RCM ഡിപ്പാർട്ട്മെൻറ്റ്സിനുള്ളത്. അതായത് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ആൻറ്റൺസ് മെഡിക്കോഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്ലേസ്ഡ് ആവുന്ന RCM പ്രോസസ്സിലാണ്. അതായത് മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ ബില്ലിംഗ്, ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സിംഗ്, ക്ലെയിം മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ AR കോഡിംഗ്, ഇങ്ങനത്തെ സെക്ഷൻസിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളും പ്ലേസ്ഡ് ആവുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ RCM ഒരു ഔട്ട്സോഴ്സിംഗ് പ്രൊജക്റ്റായിട്ട് ഹെൽത്ത് കെയർ സെക്ടറിൽ അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത്, അതിനെപ്പറ്റിയാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. RCM പ്രോസസ്സ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ, ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓർ ഇൻ പേഷ്യൻറ്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ നടക്കുന്നത് വെച്ചാൽ, പേഷ്യൻ്റ് ഫസ്റ്റ് രജിസ്ട്രേഷൻ തുടങ്ങി ആ പേഷ്യൻ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും ലാബ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് മെഡിസിൻസ് എല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത് മെഡിസിൻസ് എല്ലാം മേടിച്ച് പോകുന്ന ആ ലാസ്റ്റ് അത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് EMR-ലാണ് ഡോക്യുമെൻറ്റ് ചെയ്യുന്നത്. ഇൻ പേഷ്യൻ്റ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് ദി അഡ്മിഷൻ ടിൽ ദ ഡിസ്ചാർജ് ആവുന്ന ദിവസം വരെയുള്ള കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷനും ഡോക്ടേഴ്സിൻ്റെ മാത്രമല്ല നേഴ്സസും ബാക്കിയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആരൊക്കെയാണോ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അവരുടെ എല്ലാം ഡോക്യുമെൻറ്റേഷൻസ് ആയിട്ട് വെരിഫൈ ചെയ്ത് അതെല്ലാം EMR-ൽ റെക്കോർഡിംഗ് നടക്കുന്നു. അങ്ങനെ EMR കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് EMR-ലെ റെക്കോർഡിങ്സ് ഓർ ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് RCM ടീമിൻ്റെ കയ്യിലാണ്. RCM ടീമിൽ മെയിനായിട്ടും വർക്ക് ചെയ്യുന്നത് കേസ് മാനേജേഴ്സാണ്. കേസ് മാനേജേഴ്സ് ഉണ്ട്, കോഡിംഗ് ടീമുണ്ട്, സബ്മിഷൻ യൂണിറ്റ് ഉണ്ട്, റീസബ്മിഷൻ യൂണിറ്റ് ഉണ്ട്, ഡിനൈൽസ് മാനേജ്മെൻറ്റ് സെക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് RCM ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഒരേപോലെ ടീം വർക്ക് ചെയ്തിട്ടാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ റവന്യൂ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് ഫൈനലി എത്തുന്നത്. ഇപ്പോൾ കേസ് മാനേജേഴ്സ് പേഷ്യൻ്റ് ഫയൽസ് ഓഡിറ്റ് ചെയ്യുന്നു. അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, മീൻസ് ഡോക്ടേഴ്സിൻ്റെയോ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെയോ ഡോക്യുമെൻറ്റേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവർ വരുത്തിയിട്ട് അതിനുശേഷം കോഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഫോർവേഡ് ചെയ്യുന്നത്. മെഡിക്കൽ കോഡേഴ്സ് അത് നോക്കി പേഷ്യൻസിൻ്റെ ക്ലിനിക്കൽ ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും എല്ലാം വെരിഫൈ ചെയ്ത് അവർ കോഡ് ഇട്ട് കൊടുത്ത് നേരെ ബില്ലിംഗ് പ്രോസസ്സിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഈ മെഡിക്കൽ ബില്ലിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അവർ സബ്മിഷൻ ചെയ്യുന്നു. സബ്മിഷൻ ചെയ്തതിന് ശേഷം നേരെ ആ ക്ലെയിംസ് വന്നെത്തുന്നത് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അപ്പോൾ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിൻ്റെ കയ്യിലേക്കാണ് അത് വന്നെത്തുന്നത്. ഇൻഷുറൻസ് കമ്പനിക്കാർ അത് വാലിഡേറ്റ് ചെയ്തിട്ട് ഐദർ ദേ വിൽ റിജക്റ്റ് ഓർ ദേ വിൽ അപ്രൂവ് ദറ്റ് ക്ലെയിം. അപ്പോൾ അവർ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ ഫൈനലി ഇറ്റ് വിൽ കം ഡയറക്ട്ലി ടു ദ റീസബ്മിഷൻ യൂണിറ്റ്. റീസബ്മിഷൻ യൂണിറ്റിൽ ഇരിക്കുന്നതും മെഡിക്കൽ കോഡിംഗ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോഡേഴ്സാണ്. അവരത് വീണ്ടും വെരിഫൈ ചെയ്തിട്ട് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ റിജക്ഷൻ അത് അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവരത് ആ ക്ലെയിം വീണ്ടും അവർ റീസബ്മിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു പ്രോസസ്സ് RCM-ൽ അല്ലെങ്കിൽ റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സായിട്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണ് RCM പ്രോസസ്സ് ഔട്ട്സോഴ്സിങ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UAE ആൻഡ് US പ്രൊജക്ട്സ് ആണ് ഔട്ട്സോഴ്സിങ് നടക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലേബർ കോസ്റ്റ്, അതായത് നമ്മൾ
പുറത്ത് കൊടുക്കുന്ന സാലറി നമ്മുടെ നാട്ടിൽ ഔട്ട്സോഴ്സിങ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അത്രയും ഒരു കോസ്റ്റ് വരത്തില്ല. അപ്പോൾ ലേബർ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളത് നോക്കുന്നു. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കോർ ആസ്പെക്റ്റിൽ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടും UAE ആൻഡ് US ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് ഈ RCMനെ ഒരു ഔട്ട്സോഴ്സിങ് പ്രൊജക്റ്റായിട്ട് കൊടുക്കാനുള്ള മേജറായിട്ടുള്ള റീസൺസ്. ആൻഡൻസിൽ നമ്മൾ പഠിച്ചിറങ്ങുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ ഈ RCMൻ്റെ ഡിഫറെൻറ്റ് സെക്ഷൻസിലേക്കാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ കോഡിംഗ്, AR കോളിംഗ്, മെഡിക്കൽ ബില്ലിംഗ് സെക്ഷൻസ്, സബ്മിഷൻ, റീസബ്മിഷൻ, ക്ലെയിംസ് മാനേജ്മെൻറ്റ് സെക്ഷൻസിലേക്കാണ് യൂഷ്വലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികളും പ്ലേസ്ഡ് ആവുന്നത്. യൂഷ്വലി ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ എല്ലാ കുട്ടികളുടെയും പാരൻസിൻ്റെയും വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇനി എന്താണ് അടുത്തത്, നമ്മൾ ഇനി എന്ത് കോഴ്സ് പഠിച്ചാലാണ് ജോലി കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്വയറീസ് നമുക്ക് ഡെയിലി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പാരൻസിനോടും സ്റ്റുഡൻസിനോടും നമുക്ക് പറയാനുള്ളത്, ഡിഗ്രി കംപ്ലീറ്റഡ് ആയ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജോബ് സെക്വേർഡ് ആയിട്ടുള്ള ഒരു കരിയറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആൻറ്റൺസ് മെഡിക്കോഡിലേക്ക് വരാം. നമ്മളിവിടെ 3 months കോഴ്സാണ് കൊടുക്കുന്നത്. 3 monthsനുള്ളിൽ നമ്മൾ ആ കുട്ടീനെ എന്തായാലും നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കും. നമുക്ക് CPC എക്സാം പ്രിപ്പറേഷനും കൂടിയുണ്ട്. നമുക്ക് 99% ഓഫ് പ്ലേസ്മെൻറ്റ് ആൻഡ് CPC ക്രാക്കിംഗ് റെക്കോർഡ്സ് ആണുള്ളത്. സോ കം ടു ആൻറ്റൺസ് മെഡിക്കോഡ് ആൻഡ് സെക്യൂർ യുവർ ഫ്യൂച്ചർ.